എടാ മോനെ, അപ്പോൾ നമ്മളുടെ ഡേ 5 ഓഫ് ഇംഗ്ലീഷ് നാച്ചുറാലിറ്റി പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് നാച്ചുറൽ ആകാനുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു പ്രോഗ്രാമാണ്. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ അധികം ഫ്ലഫും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടി പോകുന്നുണ്ട്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിന് മുന്നേ ചെറിയ റീക്യാപ്പ് വരാം. നമ്മുടെ നാച്ചുറാലിറ്റി പ്രോഗ്രാം തുടങ്ങിയിട്ട് ഡേ 1, ഡേ 2, ഡേ 3 ഇതിൽ നമ്മൾ എന്താണ് കവർ ചെയ്തത്? കോമൺ ഇഡിയംസ്, കോമൺ ഫ്രേസസ്, അല്ലെങ്കിൽ കോമൺ സെൻറ്റൻസ് കാര്യങ്ങൾ, അതായത് നേറ്റീവ്സ് യൂസ് ചെയ്യുന്ന എല്ലാ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡേ 4, ഇത് ഡേ 5 ആണ്. ഡേ 4 നമ്മൾ കവർ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോഡൽ ഓക്സിലറി ഇങ്ങനെ കുറേ പേരുകൾ പറയുന്നുണ്ട്. അപ്പോൾ ആ പേരുകളൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ യൂസേജസ് നിങ്ങളെ ലാംഗ്വേജിൽ കൊണ്ടുവരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് യൂസേജസ് ആണ് നമ്മൾ ഈ ഡേ 4 കവർ ചെയ്തത്. ഓൾറെഡി നമ്മൾ ഈ 4 ഡേ 4 കവർ ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇവിടം വരെ കവർ ചെയ്യും. നമ്മൾ ഒരു 6 അല്ലെങ്കിൽ ഒരു 5-6 യൂസേജ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. സോ ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. സോ യൂസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മുൻപ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യണത്? യൂസ് ചെയ്യണത്. ഫോർ എക്സാമ്പിൾ, ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ എല്ലാ യൂസേജും, ഞാൻ ഈ പഠിപ്പിച്ച എല്ലാ യൂസേജും യൂസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഓക്സിലറിയുടെ പൊസിഷനിലാണ്. നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ് ഇന്നലെ. സബ്ജക്റ്റ്, ഓക്സിലറി, വെർബ്, ഒബ്ജക്റ്റ്, ടൈം, ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് ഉണ്ടാക്കാനുള്ള സ്ട്രക്ചർ. അതിൽ സബ്ജക്റ്റിന്റെയും വെർബിന്റെ ഇടയിലാണ് ഈ പഠിപ്പിച്ചിരുന്ന സാധനങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ചില സാധനങ്ങൾ വേറെ സ്ഥലത്ത് യൂസ് ചെയ്യും, അതപ്പോൾ പറയാം. സോ അപ്പോൾ യൂസ് ടു യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസ് ചെയ്യുക. പിന്നെ V1, അതായത് നമ്മുടെ ഓക്സിലറിയുടെ സ്ഥാനത്ത്. പിന്നെ ഇവിടെ എല്ലായിടത്തും ഞാൻ പറഞ്ഞ പോലെ V1 മാത്രമാണ് യൂസ് ചെയ്യുക. സോ സബ്ജക്റ്റ് യൂസ് ടു V1. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം, അപ്പോൾ എൻ്റെ കൊളീഗ് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണേ, എടാ നീ ടർഫിൽ ഫുട്ബോൾ കളിക്കാൻ വരുന്നുണ്ടോ? ഞാൻ പറയും, ഞാൻ പണ്ട് വലിയ പ്ലെയർ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, ഇപ്പം കളിക്കുന്നില്ല എന്നുള്ള ലെവലിൽ ഞാൻ പറയാറില്ല. അപ്പം ഞാൻ പണ്ട് കളിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? യൂസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക? സബ്ജക്റ്റ് വെച്ചു ഐ യൂസ് ടു എന്തിനാണ് കൊടുത്തത്? യൂസ് ടു എന്ന് പറയുന്നത് ഓക്സിലറിയുടെ ആ സ്ഥാനത്ത് യൂസ് ടു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ടു കൊടുക്കുന്നത്. പിന്നെ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ V1, അതായത് കളിക്കുക എന്നല്ല ഇവിടെ പറഞ്ഞേ. ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു, അപ്പോൾ പ്ലേ കൊടുത്തു, പിന്നെ ഒബ്ജക്റ്റ് ആയിട്ട് ഫുട്ബോളും കൊടുത്തു. അപ്പോൾ ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ പണ്ട് ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു എന്നായി. ഓക്കെ, ഇനി അടുത്ത സാധനം, ഇപ്പോൾ എൻ്റെ കൂടെ പണ്ട് ഒരുത്തനുണ്ട്, അവനിപ്പോൾ ഗൾഫിലാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവനെ കുറിച്ചിട്ട് പറയും, ഞങ്ങൾ പണ്ട് ഒരുമിച്ച്, അവനിപ്പോൾ നല്ല പൊസിഷനിലാണ്. അപ്പോൾ ഞാൻ പറയും, ഞങ്ങൾ പണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. ഞങ്ങൾ പണ്ട് ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു എന്ന് പറയും. അതെങ്ങനെ പറയാം? വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ, പിന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം കിട്ടി. പിന്നെ സ്റ്റഡി ഞങ്ങൾ പഠിക്കുകയായിരുന്നല്ലോ, അപ്പോൾ V1 ആയിട്ട് സ്റ്റഡി യൂസ് ചെയ്തു. വി യൂസ് ടു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് പഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാറുണ്ടെന്ന് മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ടുഗെദർ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ വി യൂസ് ടു സ്റ്റഡി ടുഗെദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു. വി യൂസ് ടു സ്റ്റഡി ടുഗെദർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഒരുമിച്ച് പഠിക്കാറുണ്ടായിരുന്നു. ഇനി എനിക്ക് പറയണം, ഞാൻ പണ്ട് വലിക്കാറുണ്ടായിരുന്നു, സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു എന്ന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഐ യൂസ് ടു സ്മോക്ക്. അപ്പോൾ സബ്ജക്റ്റ് ഇട്ടു, യൂസ് ടു, പിന്നെ V1 ഇട്ടു. അപ്പോൾ ഐ യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് വലിക്കാറുണ്ടായിരുന്നു എന്നുള്ള മീനിങ് കിട്ടി. അതിനുള്ളിലൊരു വേറൊരു മീനിങ് ഉണ്ട്, ഉള്ളിൽ ഒരു സാധനം ഇങ്ങനെ ഒളിഞ്ഞെടുക്കുന്നുണ്ടല്ലോ, അതായത് ഇപ്പം ഞാൻ വലിക്കുന്നില്ല എന്നുള്ളൊരു മീനിങ് ഉള്ളിലുണ്ട്. പക്ഷെ അതിങ്ങനെ പറയുന്നില്ല. ഇതിൻ്റെ മീനിങ് സിമ്പിളായിട്ട് ഞാൻ പണ്ട് വലിക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഈ പോസിറ്റീവ് സെൻറ്റൻസ്, ഞാൻ നിങ്ങളവിടെ എപ്പോഴും പറയുന്നതാണ്, പോസിറ്റീവ് മാത്രം പറയാൻ പഠിച്ചാൽ പോരാ, നെഗറ്റീവും ക്വസ്റ്റ്യൻസും ഒക്കെ പറയാൻ പഠിക്കണം. എന്നാലാണ് നമുക്ക് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഐ യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് വലിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഞാൻ പണ്ട് വലിക്കാറുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെ പണ്ട് ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം? നിങ്ങൾക്ക് യൂസ്ഡ് കണ്ടാൽ തന്നെ അറിയാം, അതൊരു V2 ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, V2 എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഡിഡ് പ്ലസ് V1 കിട്ടും. അതിൽ ഡി എന്ന് പറയുന്നത് ഡിഡിൻ്റെ കൂടെ പോകും, പിന്നെ നമുക്ക് യൂസ് മാത്രം കിട്ടുള്ളൂ. അപ്പോൾ വി യൂസ്. പിന്നെ വേറൊരു കാര്യം പറയാൻ ആളുണ്ടല്ലോ, ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോണ്ടല്ലോ, യൂസ്ഡ് ടു എന്ന് കുറേ ആൾക്കാർ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡി ഒരു സൈലൻ്റ് ആയ പോലെ യൂസ് ടു എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്താൽ മതി. ഇവിടെ ഡിഡിൻ്റെ കൂടെ ഡി പോകുമ്പോൾ പിന്നെ എന്താ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡിഡ് യൂസ് ആണ് വരുള്ളൂ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് എഴുതുമ്പോൾ ഐ യൂസ് ടു സ്മോക്കിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? ഐ ഡിഡ് യൂസ് ടു സ്മോക്ക് ആവും. ഇനി അതിനെ നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഡിഡിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സാധനം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്നത്തെ ക്ലാസ് പോയി വാച്ച് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം. അപ്പോൾ ഐ യൂസ് ടു സ്മോക്കിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഡിഡ് യൂസ് ടു സ്മോക്ക്. ഇനി ആ ഡിഡിൻ്റെ ബാക്കിൽ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവിലേക്ക് പോയി. സോ ഐ ഡിഡ്ന്റ് യൂസ് ടു സ്മോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വലിക്കാറുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ നേരെ ഡിഡിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ കിട്ടാൽ മതി, ഓക്സിലറിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ കിട്ടാൽ മതി. സോ ഡിഡ് യു യൂസ് ടു സ്മോക്ക്? നീ വലിക്കാറുണ്ടായിരുന്നോ എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ യൂസ് ടു മനസ്സിലായില്ലേ?
ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് നീഡ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഓൾറെഡി ഹാവ് ടു ഒക്കെ പഠിച്ചു, അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ബാക്കിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ട്. എന്നാൽ ഇവിടെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് മീനിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയൂലേ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയില്ലേ, ഒന്ന് കുറച്ച് പൊളൈറ്റ് ആയിട്ട് പറയില്ലേ, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതും സെയിം തന്നെ സബ്ജക്റ്റിൻ്റെയും വേർബിൻ്റെ V1-ൻ്റെയും ഇടയിലാണ് യൂസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ V1 ആണ് ഈ പഠിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ വരാം. അപ്പോൾ ഇങ്ങനെ വരും, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യു നീഡ് ടു വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. യു നീഡ് ടു വെയിറ്റ് സംടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അടുത്തൊരു സാധനം, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ തലൂടിയിരിക്കുമ്പോൾ പറയില്ലേ, നമ്മൾ ഇന്ന് സംസാരിക്കേണ്ടതുണ്ട്. സോ വി നീഡ് ടു ടോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീഡ് ടു യൂസ് ചെയ്യണത്. ഇനി ഫോർ എക്സാമ്പിൾ, ഐ നീഡ് ടു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമിലൊക്കെ പൊട്ടേടാ, അപ്പോൾ എനിക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഐ നീഡ് ടു സ്റ്റഡി. ഓക്കെ, വേറെ സാധനം എന്ന് പറഞ്ഞാൽ ഇനി നെഗറ്റീവ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നീഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇത് എന്തൊരു ഫോർമാറ്റിലാണ്, ഒരു V1 ഫോർമാറ്റിലാണ്. ഇപ്പം നീഡഡ് ആയിരിക്കും V2 ഫോർമാറ്റ്. അപ്പോൾ നീഡ് എന്ന് പറയുന്നത് V1 ഫോർമാറ്റിലായതുകൊണ്ട് അത് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ V1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരാം, ഡു പ്ലസ് V1, കറക്റ്റ് അല്ലേ? അല്ലെങ്കിൽ ഡസ്, ഇപ്പോൾ V1 S ആണെന്നുണ്ടെങ്കിൽ എന്തുവരും, ഡസ് പ്ലസ് V1, അങ്ങനെയല്ല വരാം. അപ്പോൾ ഇവിടെ V1 ആയതുകൊണ്ട് നമ്മൾ ഡു പ്ലസ് V1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡു പ്ലസ് V1. അപ്പോൾ നീഡിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ നീഡ് ടു സ്റ്റഡിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഡു നീഡ് ടു സ്റ്റഡി. ഇനി അതിൻ്റെ ഡൂവിൻ്റെ ബാക്കിൽ എന്ത് നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി, അതിൻ്റെ നെഗറ്റീവ് കിട്ടി. സോ ഐ ഡോണ്ട് നീഡ് ടു സ്റ്റഡി. ആൻഡ് ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ആ ഡൂവിൻ്റെ അടുത്ത് വേറെ ഫ്രണ്ട് കിട്ടാൽ മതി, ഡു യു നീഡ് ടു സ്റ്റഡി. ഇനി നിങ്ങൾക്ക് ഈ സാധനങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ഇതൊക്കെ കവർ ചെയ്തതാണ്. ആ നെഗറ്റീവ് ആക്കണത് എങ്ങനെ, ക്വസ്റ്റ്യൻ ആക്കണത് എങ്ങനെ, അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിച്ചാൽ മതി. മൗത്ത് വെച്ചിട്ട് ഈ സാധനം കുറേ എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ആക്ടിവിറ്റി ഞാൻ പറഞ്ഞുതരാം, ഒരു മൊമെന്റിൽ ഞാൻ പറഞ്ഞുതരാം. സോ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പോൾ നീറ്റ് എന്താണെന്ന് മനസ്സിലായി, ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീറ്റ് യൂസ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഹാഡ് ബെറ്റർ എന്ന് പറയുന്നത് ചെയ്ത നല്ലത്, അല്ലെങ്കിൽ ചെയ്യണതായിരിക്കും നല്ലത് എന്നൊക്കെ പറയില്ലേ, ഇനി അത് ചെയ്യണതായിരിക്കും നല്ലത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളൈറ്റ് ആയിട്ടല്ല, അത്ര പൊളൈറ്റ് ആയിട്ടല്ല, ഒരു സ്ട്രോങ് അഡ്വൈസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞങ്ങൾ രണ്ടുപേരും തല്ലുകൂടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയില്ല അവൻ്റെ അടുത്ത്, നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നീ എൻ്റെ അടി മേടിക്കുന്നൊക്കെ പറയില്ലേ, നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു സ്ട്രോങ് എന്താണ് പറയുക, ഒരു വാർണിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി, നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നീ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയുന്നത്, എൻ്റെ കമ്പനിയിൽ ഭയങ്കര പ്രഷറാണ്, ഞാൻ എന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഞാനൊരു സ്ട്രോങ് അഡ്വൈസ് കൊടുക്കില്ലേ, നീ ഇപ്പോൾ റിസൈൻ ചെയ്യണതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടൊരു അഡ്വൈസ് കൊടുക്കില്ലേ. അങ്ങനെയുള്ള ഒരു ടോണാണ് ഹാഡ് ബെറ്ററിനുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ അതൊക്കെ വന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ തല്ലുണ്ടാക്കുമ്പോൾ നമ്മൾ പറയില്ലേ, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണതാണ് നല്ലത്. അപ്പോൾ അതെങ്ങനെ പറയാൻ പറ്റും, അത് പറയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഇതും ഇവിടെ തന്നെ ഉണ്ട്. അതായത് നമ്മുടെ സബ്ജക്റ്റിൻ്റെയും V1 തന്നെയാണ് ഇവിടെയും, അതിൻ്റെ ഇടയിലാണ് വരെ ഹാഡ് ബെറ്റർ. അപ്പോൾ അതൊക്കെ വന്ന് തല്ലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം, യു ഹാഡ് ബെറ്റർ ലീവ് നൗ. വി അല്ല, യു, അവൻ്റെ അടുത്താണല്ലോ പറയണത്. യു ഹാഡ് ബെറ്റർ ലീവ് നൗ. ഇപ്പം നീ പോകുന്നതാണ് നല്ലത്, യു ഹാഡ് ബെറ്റർ ലീവ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നീ ഒന്ന് ഫാസ്റ്റ് ആക്കുന്നതാണ് നല്ലത്. ഹറിയപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പീഡപ്പ് ചെയ്യാനാണ് ഹറിയപ്പ് എന്ന് പറയുക, വേഗം ആക്കാൻ വേണ്ടിയിട്ടാണ് ഹറിയപ്പ് പറയുക. അപ്പോൾ നീ ഒന്ന് വേഗത്തെ ആക്കണതാണ് നല്ലതെന്ന് പറയാൻ വേണ്ടി യു ഹാഡ് ബെറ്റർ ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ നീ വേഗമാക്കുന്നതാണ് നല്ലത്. ഓക്കെ, അടുത്ത സാധനം, ഇപ്പോൾ തല്ലുകൂടിയിട്ടിരിക്കുകയാണ്, നമ്മുടെ ടീം ആരെങ്കിലും തല്ലുകൂടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്നായിട്ട് ആരെങ്കിലും തല്ലുകൂടി കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയും, നീ ഇപ്പോൾ അപ്പോളജൈസ്, നീ ഇപ്പം മാപ്പ് പറയുന്നതാണ് നല്ലത് എന്ന് പറയില്ലേ, നീ ഇപ്പം മാപ്പ് പറയുന്നതാണ് നല്ലത്. അപ്പോൾ യു ഹാഡ് ബെറ്റർ അപ്പോളജൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മാപ്പ് പറയുന്നതാണ് നല്ലത് എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ ഇതിന് കോമൺ ആയിട്ട് നീ മാപ്പ് പറയാത്തതാണ് നല്ലത് എന്നങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇത് രണ്ട് സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്തേലേക്ക്, അപ്പോൾ യൂസ് ടു, നീഡ് ടു, ഹാഡ് ബെറ്റർ നിങ്ങൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ അത് ഒക്കെ സിമ്പിൾ സാധനമാണ്. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് എന്താണ്, ലെറ്റും സീമുമാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ലെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് അസ് ആണ് ലെറ്റ്സ് വരുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്നാണ് മീനിങ്. അപ്പോൾ ലെറ്റ്സിൻ്റെ ഫോർമാറ്റ്, ഈ ഒരു ഫോർമാറ്റിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ V1 ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ സബ്ജക്റ്റ് ഇതൊന്നും നോക്കണ്ട, ലെറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു V1 ഇട്ട് കൊടുത്താൽ എന്തായി, നമുക്ക് അത് ചെയ്യാം. ആ ഒരു V1 ആയിട്ടുള്ള ആ പ്രവൃത്തി ചെയ്യാമെന്നാണ് മീനിങ് കിട്ടുക. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് ഗോ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക്
ഗോൻ്റെ മീനിങ് എന്താ, പോകാം എന്നല്ല. അപ്പോൾ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ് മീനിങ്. ഇനി ലെറ്റ്സ് ഓർഡർ പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. ലെറ്റ്സ് ഗ്രാബ്സ്, അപ്പോൾ ഇതാണ് V1 വരുന്നത്. ലെറ്റ്സ് ഗ്രാബ് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നുള്ള ലെവലിൽ. സോ ലെറ്റ്സ് ഗ്രാബ് സം കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോഫി എടുക്കാം അല്ലെങ്കിൽ കോഫി കുടിക്കാം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് യൂസ് ചെയ്യുന്നത് വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇത് ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെറ്റ് അല്ല യൂസ് ചെയ്യുക, അവിടെ ഷാളാണ് യൂസ് ചെയ്യുക. ഷാൽ വി ഗോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ് മീനിങ്. ഇനി നമുക്ക് പോയാലോ എന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഷാൽ വി ഗോ എന്നാണ് യൂസ് ചെയ്യുക. അപ്പോൾ അത് ഓക്കെ അല്ലേ, ലെറ്റ് ഓക്കെ അല്ലേ. ഇനി ലെറ്റ്സ് ഓക്കെ അല്ലേ. ഈ ലെറ്റ്സ് എങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ ലെറ്റ് പിന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടുള്ള അസ് എന്ന് പറഞ്ഞാൽ നമുക്ക്. അപ്പോൾ ലെറ്റിൻ്റെ എക്സാക്ട് മീനിങ് എന്ന് പറഞ്ഞാൽ അത് അവനെ ചെയ്യാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ആളെ അത് ചെയ്യാൻ അനുവദിക്കുക എന്നാണ് മീനിങ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളുടെ സബ്ജക്റ്റിന്റെ ആ ഫോർമാറ്റല്ല യൂസ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റിന്റെ ഫോർമാറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ അവരെ എന്ന് പറയുമ്പോൾ ദം, അവരെ ലെറ്റ് ദം, അല്ലെങ്കിൽ അവനെ എന്ന് പറയുമ്പോൾ ലെറ്റ് ഹിം. ഹി അല്ല യൂസ് ചെയ്യുക, ഒബ്ജക്റ്റിന്റെ ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. ലെറ്റ് ഹിം അല്ലെങ്കിൽ ലെറ്റ് മീ, എന്നെ. അപ്പോൾ എന്നെ ഫോർ എക്സാമ്പിൾ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് ലെറ്റ് മീ. അപ്പോൾ ലെറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യുക, V1 യൂസ് ചെയ്യുക. അപ്പോൾ ലെറ്റ് മീ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കുക. ലെറ്റ് മീ ഹെൽപ്പ് യു. അല്ലെങ്കിൽ അവനെ സംസാരിക്കാൻ അനുവദിക്കുക. ലെറ്റ് ഹിം സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവനെ സംസാരിക്കാൻ അനുവദിക്കുക. ഇനി ലെറ്റ് ദം ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോവാൻ അനുവദിക്കുക. ലെറ്റ് ദം ഗോ, അവരെ പോവാൻ അനുവദിക്കുക. ഇനി ഇത് നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണ്. ഈ സാധനത്തിന്റെ ലെറ്റിന്റെ ഫ്രണ്ടിൽ ഒരു ഡോണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ, സോ ഡോണ്ട് ലെറ്റ് ഹിം ഗോ, അവനെ പോകാൻ അനുവദിക്കല്ലേ, അനുവദിക്കണ്ട എന്നുള്ളൊരു മീനിങ് ആണ്. പിന്നെ ഇതിനും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി ലാസ്റ്റത്തെ ഒരു സാധനം എന്ന് പറയുന്നത് സീമാണ്. സീം മാത്രമല്ല വരാം, സീംസും വരും. സീംസ് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ സീം എപ്പോഴാണ് വരാം, സീം വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ വരുമ്പോഴാണ് സീം വരാം. എന്നാൽ സിംഗുലാർ വരുമ്പോൾ അതിന്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എന്താക്കണം, സീം എന്നാക്കണം, സീം. പിന്നെ ഇവിടുത്തെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ V1 അല്ല യൂസ് ചെയ്യുക, ഇവിടെ അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മീനിങ്ങും കൂടി ഞാൻ പറഞ്ഞുതരാം. സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു എന്ന് പറയില്ല, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, കണ്ടിട്ട് അവൻ സാഡ് ആയിട്ട് തോന്നുന്നു, കണ്ടിട്ട് അവൾ ഹാപ്പി ആയിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ പറയില്ല. അവിടെയാണ് നമ്മളുടെ എന്ത് യൂസ് ചെയ്യുന്നത്, സീം യൂസ് ചെയ്യുന്നത്. തോന്നുന്നു എന്നുള്ളൊരു മീനിങ്, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു എന്നുള്ളൊരു മീനിങ്ങിന് വേണ്ടിയിട്ടാണ് സീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സീമിന്റെ പിന്നിൽ നമ്മൾ യൂസ് ചെയ്യുക അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, ഒരാളെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എങ്ങനെ ഇരിക്കുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, അവൻ സാഡ് ആയിട്ടിരിക്കുന്നത്, ടയേർഡ് ആയിട്ട് ഇരിക്കുന്നത്, ഇതൊക്കെയാണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. V1 അല്ല യൂസ് ചെയ്യുക, അഡ്ജക്റ്റീവ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എനിക്ക് പറയണം, നീ ടയേർഡായിട്ട് തോന്നുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു സീം ടയേർഡ് എന്ന് പറഞ്ഞാൽ നീ ടയേർഡായിട്ട് തോന്നുന്നു. ഇനി ഇവിടെ വേറെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹീ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സീംസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഹീ സീംസ് ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ടയേർഡായിട്ട് തോന്നുന്നു. ഇനി അവൾ ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ സീംസ് ഹാപ്പി. അവൾ ഹാപ്പി ആയിട്ട് തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ സീംസ് ഹാപ്പി. അവൾ ഹാപ്പി ആയിട്ട് തോന്നുന്നു. വാട്ട്സ് ദ ന്യൂസ്, എന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ അതാണ് ഷീ സീംസ് ഹാപ്പി. ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മളിതിൽ ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് പറയും, അവൻ റെഡി ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഹീ സീംസ് റെഡി. സോ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ള ലെവലിൽ. അപ്പോൾ ഹീ സീംസ് റെഡി എന്ന് പറഞ്ഞാൽ അവൻ റെഡി ആയിട്ടുള്ള പോലെ തോന്നുന്നു. ഇനി അതിന്റെ നെഗറ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഈ സീം ഒക്കെ ഇരിക്കുന്നത് എന്തിന്റെ ഫോർമാറ്റിലാണ്, ഒരു V1 ഫോർമാറ്റിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. സീംസ് ആണെന്നുണ്ടെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. സീം ആണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ സീം ആണെന്നുണ്ടെങ്കിൽ ഡു യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക. കാരണം V1 ആണ്. സീംസ് എന്ന് പറയുന്നത് V1S ആണ്. അപ്പോൾ ഡസ് യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, സീംസ് ആണ് വന്നേക്കണം. അപ്പോൾ ഡസ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ എസ് കൊടുക്കരുത്, കാരണം എസ് ഡസിന്റെ കൂടെ പോയി. സോ ഹീ സീംസ് റെഡി എന്ന് പറയുമ്പോൾ അവൻ റെഡി ആയതുപോലെ തോന്നുന്നു. അവൻ റെഡി ആയതുപോലെ തോന്നുന്നില്ല എന്ന് പറയാൻ വേണ്ടി ഹി ഡസൻറ്റ് സീം റെഡി. അവൻ റെഡി ആയതുപോലെ തോന്നുന്നില്ല. ഹി ഡസൻറ്റ് സീം റെഡി. ആൻഡ് ഇനി ക്വസ്റ്റ്യൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഡസിനെ പിടിച്ച് നേരെ ഫ്രണ്ടിൽ കിട്ടാൽ മതി. ഡസ് ഹി സീംസ് റെഡി, ഡസ് ഹി സീം റെഡി. ഇനി എസ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, എസ് ഓൾറെഡി ഡസിൻ്റെ കൂടെ പോയി. ഡസ് ഹി സീം റെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ 6 യൂസേജ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിൽ 5 എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക, ഇതിൽ 5 എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക. ഇതിലൊക്കത്തിലും 6 എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട്. 6ലും 5 എക്സാമ്പിൾസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ 30 എക്സാമ്പിൾസ് ആവും. എന്നിട്ട് അത് റീഡ് ചെയ്തിട്ട് നമ്മുടെ പ്രാക്ടീസ് സോണിൽ പോയിട്ടിടുക. പിന്നെ നമുക്ക് അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെ നമുക്ക് സോൾവ് ചെയ്ത് തരാം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡൗട്ട് ക്ലിയറൻസ് സെഷനിൽ, ലൈവ് സെഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പോൾ അവിടെ കാണാം. ബൈ.